നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിൽ പോലും ഇസ്രയേൽ പലതവണയായി ഈ കരാർ ലംഘിച്ചുവെന്ന ആരോപണവുമായി ഹിസ്ബുള്ള രംഗത്ത് വരുമ്പോൾ മറുഭാഗത്ത് മോർട്ടാറുമായി കനത്തൊരു ഷെല്ലാക്രമണത്തിലേക്ക് കടക്കാൻ ഹിസ്ബുള്ള തയ്യാറെടുത്ത് അടി ഇരന്നു മേടിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ലെബനിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും രൂക്ഷമായ ആക്രമണം ഉണ്ടാകുമ്പോൾ വലിയ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. ആക്രമണം ലഘൂകരിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ അമേരിക്ക നൽകുന്നത്. മറുഭാഗത്ത് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആശങ്ക കൂടി ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, വെടിനിർത്തൽ കരാർ വന്നതിന് പിന്നാലെ സിറിയയിലുണ്ടായ ആഭ്യന്തര കലാപം, അതിൽ HTS അതായത് വിമതർ ശക്തമായ രീതിയിലുള്ള തേരോട്ടം നടത്തുമ്പോൾ സിറിയൻ സർക്കാരിനെ ചൂണ്ടുവിരൽ നിർത്തുമ്പോൾ അവിടെയുള്ള കെമിക്കൽ ആയുധ കേന്ദ്രം അത് അവരുടെ കൈവശമാകുമോ എന്നുള്ള ആശങ്കയാണ് ഇസ്രയേൽ പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ വിമത സംഘത്തിൻ്റെ, ഭീകര സംഘത്തിൻ്റെ കൈപ്പിടിയിൽ ഈ കെമിക്കൽ ആയുധ ശേഖരം എത്തിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന യുദ്ധം അതിഭീകരമായിരിക്കുമെന്നും ഇസ്രയേലിനടക്കമുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുമാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയും തമ്മിലുള്ള വെടിനിർത്തൽ കഴിഞ്ഞ ആഴ്ച തന്നെ പ്രാബല്യത്തിൽ വന്നു. അതിനുശേഷം ആദ്യമായി മൗണ്ട് ഡോവ് ഏരിയയിൽ ഹിസ്ബുള്ള 2 മോർട്ടാറുകൾ വിക്ഷേപിച്ചതിന് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം ഇസ്രയേൽ സൈന്യം ലെബനിൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഇതുവരെ ചെറിയ വെടിവെപ്പും മറ്റു കാര്യങ്ങളുമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അതിഭീകര ആക്രമണത്തിലേക്ക് തന്നെയാണ് ഇസ്രയേൽ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ലെബനിലുടനീളം ഹിസ്ബുള്ള നേതാക്കളെയും ഡസൻ കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളും അവയുടെ കേന്ദ്രങ്ങളെയും ആക്രമിച്ചുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത്. കഴിഞ്ഞ ആഴ്ച വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. ഇസ്രയേൽ ആവർത്തിച്ച് തന്നെ ചില ലംഘനങ്ങൾ നടത്തി. അതിനുള്ള മറുപടിയാണ് നിലവിൽ ഹിസ്ബുള്ള നൽകിയതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ലെബനിൽ കൈവിട്ടു പോകാനുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വെടിനിർത്തൽ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം ലെബനിൽ നിന്നുള്ള ആദ്യത്തെ വലിയ വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇസ്രയേൽ കരാറിൻ്റെ പല ഭാഗങ്ങളും ലംഘിക്കുന്നുവെന്ന് അമേരിക്കയും ഫ്രാൻസും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനെയൊക്കെ പൂർണ്ണമായും ഇസ്രയേൽ നിഷേധിച്ചു. പക്ഷേ ഇപ്പോൾ അതിഭീകരമായ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രയേലിനെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഹിസ്ബുള്ള. തുറസായ മേഖലകളിൽ ഈ പ്രൊജക്ടൈലുകൾ വീണെന്നും ആർക്കും തന്നെ പരിക്ക് സംഭവിച്ചില്ല എന്നും IDF തന്നെ പറയുന്നുണ്ട്. നെതന്യാഹു ശക്തമായ പ്രതികരണമാണ് ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നത്. ഈ ആക്രമണത്തെ അപലപിക്കാൻ മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർ തന്നെ രംഗത്ത് വന്നു. മൗണ്ടോവിൽ ഹിസ്ബുള്ളയുടെ വെടിവെപ്പ് വളരെ ഗുരുതരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. വെടിനിർത്തൽ ലംഘനമാണെന്നുള്ളത് പരസ്യമായി തന്നെ പറയാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രയേൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിൽ പോലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടാവുകയോ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ കടമ അത് തങ്ങൾ നിറവേറ്റുമെന്നാണ്. ആക്രമണം അതിഭീകരമായിരിക്കുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ധൈര്യമായി തന്നെ ഹിസ്ബുള്ളയുടെ മോർട്ടാർ ആക്രമണത്തിന് പിന്നാലെ കടന്ന് ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഹിസ്ബുള്ള പ്രവർത്തകർ റോക്കറ്റ് ലോഞ്ചറുകൾ, യുദ്ധവിമാനങ്ങൾ, അവർ ലക്ഷ്യമിടുന്ന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമേ തന്നെ 2 മോർട്ടാറുകൾ വെടിവെക്കാനായി ഉപയോഗിച്ച ലോഞ്ചറുകളെ പോലും അടിച്ചു തകർത്തുവെന്നാണ് IDF പറയുന്നത്. ആക്രമണം നടന്ന തൊട്ടു പിന്നാലെ തന്നെ പ്രത്യാക്രമണവും സംഭവിച്ചു. ഹിസ്ബുള്ളയുടെ വിക്ഷേപണം ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ലംഘനമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ മോർട്ടാർ ആക്രമണത്തോടുള്ള പ്രതികരണം പരിമിതപ്പെടുത്താനും ബെയ്റൂട്ടിനെ ആക്രമിക്കുന്നതിൽ നിന്നും ദയവ് ചെയ്ത് ഇസ്രയേൽ വിട്ടു നിൽക്കണമെന്നുമാണ് അമേരിക്കയുടെ സമ്മർദ്ദം. ഇസ്രയേലി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒന്നിലധികം മാധ്യമങ്ങൾ ഇക്കാര്യം പങ്കുവെക്കുന്നുമുണ്ട്. ആനുപാതികമല്ലാത്ത പ്രതികരണങ്ങളിൽ നിന്നും ദയവായി വിട്ടു നിൽക്കണമെന്നാണ് ഇസ്രയേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായുണ്ടായ ഭീകരമായ ആക്രമണത്തിന് ശേഷമാണ് ഇപ്പോൾ ലെബനിലെ വ്യോമാക്രമണത്തിൽ കടുപ്പം കുറയ്ക്കണമെന്ന ആവശ്യവുമായി അമേരിക്ക രംഗത്ത് വരുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇസ്രയേൽ തന്നെ ഭയക്കുന്ന മറ്റൊന്നുണ്ട്. അതായത് സിറിയൻ വിമത ആക്രമണത്തിന് രാജ്യത്ത് ആസാദ് ഭരണകൂടത്തിൻ്റെ സൈനിക സൈറ്റുകൾ ഏറ്റെടുക്കുന്നതിനുമിടയിലാണ് രാസായുധങ്ങൾ, കെമിക്കൽ ആയുധങ്ങൾ തെറ്റായ കരങ്ങളിൽ എത്തുമോ എന്നുള്ള ആശങ്ക ഇസ്രയേൽ സൈന്യം തന്നെ പങ്കുവെക്കുന്നത്. മിസൈലുകളോ രാസായുധങ്ങളോ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് വിമത സംഘം കൈപ്പിടിയിലാക്കി കഴിഞ്ഞാൽ ഇസ്രയേലിന് തന്നെ കാര്യമായ ഭീഷണി ഉയരും. ആയുധങ്ങൾ വിമതർ അല്ലെങ്കിൽ ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകൾ സിറിയൻ ആസ്ഥാനത്ത് നിന്നും കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നത് മറ്റൊരു വലിയ ആക്രമണത്തിലേക്ക് തന്നെ വഴിയൊരുക്കുമെന്നും അതിൽ ഇസ്രയേൽ മാത്രമല്ല മറ്റു രാജ്യങ്ങൾ കൂടി, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കൂടി, അമേരിക്കയും റഷ്യയും അടക്കം യുദ്ധമുന്നണിയിൽ എത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ്, അവരെ വലിച്ചിഴക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത്തരം ആയുധങ്ങൾ വിമതരുടെയോ അല്ലെങ്കിൽ ഇറാനിയൻ മിലിഷ്യകളുടെയോ കൈക്കലെത്തിക്കഴിഞ്ഞാൽ
സിറിയയെയും മുഴുവൻ മിഡിൽ ഈസ്റ്റിനെ പോലും നശിപ്പിച്ചേക്കാവുന്ന തരത്തിൽ വലിയൊരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. തൻ്റെ പരമാധികാരം ഉയർത്തിപ്പിടിക്കാനായി ഇസ്രയേൽ ശക്തമായി തന്നെ ആക്രമണം നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. സിറിയയിലെ സംഭവവികാസങ്ങളെയൊക്കെ തന്നെ സസൂക്ഷ്മം ഇസ്രയേൽ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇസ്രയേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗേരിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ നമുക്ക് ഭീഷണിയില്ല എന്നുള്ളത് നാം തന്നെ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെയും അതുപോലെ തന്നെ ലെബനിലെ ഹിസ്ബുള്ള നീക്കങ്ങളെയും ഒക്കെ തന്നെ കൃത്യമായി വിലയിരുത്തി തന്നെയാണ് IDF നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.